Assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈദ് മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പം ആ ഒരു അറിവൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തെടുക്കുന്ന ഒരു ലുക്ക് അങ്ങനെ പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് കൂടി പ്രസ് ചെയ്ത് ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് സ്കിൻ കെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ബ്രാൻഡായിട്ട് ഫേസ് വാഷാണ് യൂസ് ചെയ്യല്. ഞാൻ ഫേസ് വാഷൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊരു ഒസീവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 5000 ആൻറ്റി ആക്നെ ഫേസ് വാഷാണ്. സൈലോൺ സിനമൺ നീം ടീ ട്രീ ഒക്കെ ഉണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടൊരു നല്ലൊരു ഫേസ് വാഷ് എന്ന് തോന്നിയൊരു ഫേസ് വാഷാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒസീവ എന്ന് പറഞ്ഞവർ ഗൂഗിളിൽ കയറിയിട്ട് ഒസീവ.in അങ്ങനെയാണ് അവരുടെ സൈറ്റിൻ്റെ പേര്. അപ്പോൾ അതടിച്ചാൽ അവരുടെ സൈറ്റിലേക്ക് അപ്പോൾ നമുക്ക് അവധീനെ പർച്ചേസ് ചെയ്യട്ടോ. എൻ്റെ ലിങ്കും കാര്യമൊന്നുമില്ല. അപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിന് ഇടയ്ക്ക് ഓഫറൊക്കെ ഉണ്ടാകും. ഇതിനിപ്പോൾ ഈ ഒരു ഫേസ് വാഷിന് 300 സംതിങ് അല്ലെങ്കിൽ 400 സംതിങ് ആ ഒരു റേറ്റിലൊക്കെ ഉണ്ടാവില്ലേ. നമുക്ക് ടോണർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ടോണർ. ഇത് ഇങ്ങനെ കാണിക്കുന്നില്ല സംഭവം. ഇത് ഗുഡ് വൈബ്സിൻ്റെ സാധനമല്ല. ആദ്യം ഗുഡ് വൈബ്സിൻ്റെ ടോണറായിരുന്നു. അപ്പോൾ അത് തീർന്നപ്പോൾ ഞാൻ ഇതിലേക്ക് റോസ് വാട്ടർ ഫില്ല് ചെയ്തതാണ്. അപ്പോൾ നമുക്കൊന്ന് ടോണർ അടിച്ച് വെക്കാം. നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. നല്ല ചൂടാണ് ഇവിടെയൊക്കെ. ഈ ടോണർ ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ എന്ന് വെച്ചാൽ ഒരു 30 രൂപേൻ്റെ സാധാ ഒരു റോസ് വാട്ടറാണ്. അപ്പം നമുക്ക് ഇനി അടുത്തത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതും വളരെ ചീപ്പായിട്ടുള്ളൊരു സാധനമാണ്. ലാക്ടോ കലാമിൻ്റെ ഒരു 70 റുപ്പീസിൻ്റെ ഒരു ബോട്ടിലാണിത്. അപ്പോൾ ഈ ലാക്ടോ കലാമിൻ്റെ 2 ബോട്ടിലാണ് കേട്ടോ. ഒന്ന് ഒരു വയലറ്റ് കളറും പിന്നെ ഒരു ഗ്രീനും. അപ്പോൾ ഗ്രീന് കോമ്പിനേഷൻ ടു നോർമൽ സ്കിന്നും, മറ്റത് ഓയിലി സ്കിന്നിനും കൂടിയുള്ളതാണ്. ജസ്റ്റ് നമ്മൾ ഷെയ്ക്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. എൻ്റെ കൈമേലത് മൈലാഞ്ചിയാണ് കേട്ടോ. നേരിട്ട മൈലാഞ്ചി കൈക്കെല്ലാം പടർന്നതാണ്. ഞാൻ ഇങ്ങോട്ട് അപ്പോൾ അത് വീഡിയോ കണ്ണോട് വീഡിയോ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത്. ഇപ്പം എൻ്റെ ഫേസിൽ കുറച്ച് പിഗ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിളും ഒക്കെ ഉണ്ട്, അതുപോലെ പിമ്പിൾസും ഉണ്ട്. അപ്പോൾ നമുക്കിന്നെ നമ്മളെ മെയിനായിട്ടുള്ള ഒരു സംഭവം നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബ്ലൂ ഹെവൻ്റെ ഒരു ഫൗണ്ടേഷൻ, ഒരു BB ക്രീം പോലത്തെ ഒരു ഫൗണ്ടേഷനും പിന്നെ ഒരു കൺസീലറുണ്ട്, പിന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മേക്കപ്പ് ലുക്കൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ബ്രൈഡൽ മേക്കപ്പ് കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലൂ ഹെവൻ്റെയാണ്. അപ്പോൾ അതാണ് ഇത്. ഇതിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസിൽ കുറച്ചധികം പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയ റേറ്റ് ഒരു 400 സംതിങ് ആയിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം കുറേ ഐറ്റംസൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓരോന്നായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ എന്തായാലും നല്ലൊരു പൈസയാകും. അപ്പം ഇതുപോലെ ഒരു കിറ്റ് ആകുമ്പോൾ അതിൽ അത്യാവശ്യം സാധനങ്ങളുണ്ടാവും. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കിട്ടും. പിന്നെ ബ്ലൂ ഹെവൻ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൈമർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കേട്ടോ ബ്ലൂ ഹെവൻ്റെ പ്രൈമർ, ദ പെർഫെക്റ്റ് മേക്കപ്പ് ബേസ്. Flawless makeup base primer, perfect base for long stay makeup, fills pores and fine lines, silk matte finish, oil free. ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ഇതൊരു ജെൽ ടൈപ്പ് ആയിട്ടുള്ളൊരു പ്രൈമറാണ്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇതിനൊരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് ബേസ് പോലെ ഉണ്ട്.
അപ്പോൾ ഞാനിനി എൻ്റെ കയ്യിലുള്ള കൺസീലർ വെച്ചിട്ടൊന്ന് കൺസീൽ ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കൺസീലർ. ഇതൊരു 7Cs എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ, 7Cs പ്രോ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കവറപ്പ് ലിക്വിഡ് കൺസീലറാണ്. അപ്പോൾ നമുക്കൊന്ന് കൺസീൽ ചെയ്യാം. അപ്പം എനിക്ക് ഡാർക്ക് സർക്കിളൊക്കെ നല്ലപോലെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലുള്ള ഫൗണ്ടേഷൻ എടുക്കാം. അപ്പോൾ ഇതിൽ വരുന്നൊരു ഫൗണ്ടേഷനാണ് ഇത്. ബ്ലൂ ഹെവൻ്റെ തന്നെ ഗെറ്റ് ബ്രൈറ്റ് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഷിയർ ഫിനിഷ് വിത്ത് SPF എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാം. ഇതിനിങ്ങനെ ഒരു സ്പാച്ചിലൊക്കെ വേണം കേട്ടോ. ഞാൻ അഗൈൻ എൻ്റെ കണ്ണാടി നോക്കട്ടെ. അപ്പം ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെ കയറ്റി അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ മീഷോ വാങ്ങിയൊരു ബ്രഷ് സെറ്റാണ്. ഇതിൽ 150 ആണ് ഉള്ളൂ. വലിയൊരു ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട, ആ ഒരു പ്രൈസിലുള്ളതേ ഉള്ളൂ. ഇതിലൊരു 12 ബ്രഷ് സെറ്റുണ്ട്. ഇതിലൊരു പർപ്പിൾ കളറിലൊക്കെ ഇതിൽ. അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടൊരു മേക്കപ്പ് ബ്രഷ് സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഏകദേശം എൻ്റെ ഒരു ഫേസ് ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നൊരു ഷെയ്ഡായിട്ടാണ് തോന്നിയത് അല്ലേ. അപ്പോൾ നമുക്കിനി ഇത് ഒരു കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗെറ്റ് ബ്രൈറ്റ് കോമ്പാക്റ്റ് പൗഡർ മാറ്റ് എഫക്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കോമ്പാക്റ്റ് പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെറ്റായിട്ടില്ലെന്നറിയില്ല, സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ബ്ലഷ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിലുള്ളൊരു ബ്ലഷ്. ബ്ലൂ ഹെവൻ്റെ തന്നെ ഷിമ്മർ മേറ്റ് ബ്ലഷാണ്. ട്രൂ ടു ടോൺ കളർ ലൈറ്റ് വൈറ്റ് ഫോർമുല എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നല്ലൊരു പിങ്ക് കളറാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ തന്നെ ഷിമ്മർ മേറ്റ് ബ്ലഷാണ്. നമുക്കിതിന് ഏത് ബ്രഷ് യൂസ് ചെയ്യാം? നമുക്ക് തൽക്കാലം ഏത് ബ്രഷ് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല ബ്ലഷാണ്. ഒരു പിഗ്മെന്റേഷൻ ഉണ്ട്. നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്.
ഒന്ന് ഒഴിവാക്കി അത് കുറച്ച് കൂടുതലായോന്ന് കുഴപ്പമില്ല. ഞാൻ കുറച്ച് തടി കുറച്ച് മൂക്കിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഐ മേക്കപ്പ് ലുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പിനായിട്ട് ഒരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. അതിൻ്റെ ഈ ഒരു 4 കളേഴ്സാണ് ഉള്ളത്. ഇത് ബ്ലൂ ഹെവൻ്റെ ഐ പോപ്പ് ഐ ഷാഡോ പാലറ്റാണ്. ഓക്കെ, അതിൽ 4 ഷെയ്ഡ്സാണ് ഉള്ളത്. അപ്പം ഇതിപ്പോൾ ഏത് അപ്ലൈ ചെയ്യണം? അപ്പം ഞാനിതിൽ ഈ ഒരു ഷെയ്ഡാണ് ഇപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് യെല്ലോ കളർ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഐ ഷാഡോ ഇട്ട് വലിയൊരു തൃപ്തിയില്ല, ഒരു കളേഴ്സൊന്നും എനിക്ക് ഇഷ്ടമായിട്ടില്ല. സോ ഞാൻ ഇതിലുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടൊന്ന് ഐ ഷാഡോ പോലെ ആക്കാൻ പോയത്. ഇതൊരു ഡാർക്ക് ഒരു റെഡ് കളറുള്ളൊരു ലിപ്സ്റ്റിക്കാണ്, ബ്ലൂ ഹെവൻ്റെ തന്നെ. അപ്പോൾ ഇത് എത്തീരിയൽ റെഡ് 07 എന്നുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്കിത് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. കുറച്ച് മാറ്റായുണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത്. ഞാൻ ഇത് ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിക്വിഡ് ന്യൂഡ് കളറുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ വേറെ സെപ്പറേറ്റ് ആമസോൺ വാങ്ങിയതാണ്. ഇത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 27 ടോപ്പ് നോയ്സ് എന്നുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്തെടുക്കാം. ഞാൻ ലിപ് ബാം ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഐബ്രോ ഞാൻ അങ്ങനെ എഴുതല്ല, ഐലൈനർ ഞാൻ അങ്ങനെ എഴുതാറില്ല, ജസ്റ്റ് ഒന്ന് ശ്രമിക്കാം കേട്ടോ. ഇതുണ്ട്. ഇതിലുള്ള കാജൽ ഇതാണ്, 2x Intense Black Shock Kajal Built-in Sharpener, 24 hours stay and striking icing 1 stroke. And ഒരു ഐബ്രോ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ശരിയാ, ഇതാണ്. ഇത് ട്രൂ ബ്രോ ഐബ്രോ ഡിഫൈനർ ലോങ് സ്റ്റേ നാച്ചുറൽ ബ്രൗൺ അപ് ടു 12 hours സ്റ്റേ, സ്മഡ്ജ് പ്രൂഫ്, വാട്ടർ പ്രൂഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് എഴുതുന്നില്ല, ഞാൻ ആദ്യം എൻ്റെ ഐബ്രോ ഒന്ന് ഷേപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വെച്ചിട്ടൊന്ന് ഐബ്രോ ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഐബ്രോ വെച്ച് എഴുതിയിട്ട് എനിക്ക് ഒട്ടും ശരിയാകുന്നില്ല. സോ ഞാനത് അതിന് പകരം ഈ ഒരു കാജലിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ആക്കിയിട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോ എഴുതാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഐബ്രോ അങ്ങനെ എഴുതാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെതായ പണിയൊക്കെ ഉണ്ടാവും. ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് നോക്കട്ടെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോ എഴുതിയിട്ടുണ്ട്. ഓവറാണോ നല്ലതാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഐലൈനർ ഇടുന്നില്ല കേട്ടോ. ഞാൻ ഐലൈനർ അപ്പം ഇട്ടാൽ കൊള്ളാവും, അതുകൊണ്ട് ഞാൻ ഐലൈനർ ഇടുന്നില്ല. അപ്പോൾ നമുക്കിനടുത്ത് ബ്ലൂ ഹെവൻ്റെ മസ്കരയാണ്. ബ്ലൂ ഹെവൻ 10x വോളിമൈസിങ് മസ്കാര ആണിത്. നമുക്കിതൊന്ന് ഇട്ടു.
അപ്പോൾ ഞാൻ താഴെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ മസ്കാര. താഴെ ഇട്ട് ഞാൻ എന്തായാലും കൊളാക്കും. അതുകൊണ്ട് അമൗണ്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ മസ്കാര. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ആ മേക്കപ്പൊക്കെ ഏകദേശം തീർത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ഒരു താജ്മഹലിൻ്റെ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ നമുക്ക് ഒന്ന് സ്കാർഫൊക്കെ ചെയ്തിട്ട് വരാം. ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് ഈ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മളൊരു സൺലൈറ്റിൻ്റെ ഒരു വെളിച്ചത്തിൽ നിന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വാച്ച് ഇട്ടിട്ടുണ്ട് ആൻഡ് കുറച്ചൊരു റിങ്സ് ഇട്ടിട്ടുണ്ട്, ഒരു 3 എണ്ണം. ഇത് ഞാൻ മീഷോ എന്ന് വാങ്ങി തന്നു. ആൻഡ് സ്കാർഫ് ചെയ്തു. ഞാൻ ഇട്ട ഡ്രസ്സ് മീഷോ തന്നു, സ്കാർഫ് മീഷോ ആണ്, അതുപോലെ റിങ്സും മീഷോ തന്നെയാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പം വേണ്ടവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ, ഒരു ഈദ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ഒക്കെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് മെൻഷൻ ചെയ്ത് തരാം. അപ്പോൾ ഈ ഒരു ബ്രൈഡൽ മേക്കപ്പ് കിറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവർക്ക് അതിന് പർച്ചേസ് ചെയ്യാം. പിന്നെ അതുപോലെ മീഷോയിലുള്ള ഒരു ബ്രഷ് സെറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് തരാം. മസ്കാരൊക്കെ വരുന്നത് 90 രൂപയാണ്. പിന്നെ ഇതിൽ നോട്ട് ഫോർ സെയിൽ ഇൻഡിവിജ്വലിന്ന് എഴുതിയിട്ടുണ്ട്. കാജൽ വരുന്നത് 140 രൂപയാണ്. പ്രൈമറിൻ്റെ റേറ്റ് വരുന്നത് 190. ഐബ്രോ 90 രൂപ. കോമ്പാക്ട് പൗഡറിൻ്റെ റേറ്റ് 90 രൂപ. ഐഷാഡോ പാലറ്റിന് 175 രൂപയുണ്ട്. അതായത് ബ്ലൂ ഹാൻഡിൻ്റെ ഐലൈനറും കൂടി ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 65 രൂപയാണ്. പിന്നെ ഫൗണ്ടേഷൻ്റെ റേറ്റ് 85 രൂപയാണ്. പിന്നെ ഉള്ളത് മസ്കാറിൻ്റെ നമ്പറിന് ലിപ്സ്റ്റിക്ക് 195 രൂപയുണ്ട്. ബ്ലഷിൻ്റെ റേറ്റ് വരുന്നത് 160 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്നിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു 400 സംതിങ് കിട്ടുകയെന്ന് വെച്ചാൽ നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഓക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ബ്ലൂ ഹാൻ എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കിറ്റിൽ വരുന്ന ഫൗണ്ടേഷൻ നമ്മളൊരു ഷെയ്ഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ മൊത്തത്തിൽ ഈ ഒരു ബ്രൈഡൽ മേക്കപ്പ് കിറ്റ് കൊണ്ട് നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സാണ് കിട്ടുന്നത്. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ വാങ്ങുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ ഞാൻ ഒരുപാട് ഹോൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. മീഷോ ഹോള്, ആമസോൺ ഹോള്, ഫ്ലിപ്കാർട്ട് ഹോള് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു വെക്കുക. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ ഇനി ഒരുപാട് ഹോൾ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ എൻ്റെ ഇന്നത്തെ ഈ ലുക്ക് ഓവറാണോ ഓക്കെ ആണോ കുഴപ്പമില്ലാത്തൊരു ലുക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം. എന്നെ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.